ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ദ എഫക്റ്റ് ഓഫ് പ്രെയർ ക്യാൻ ബി പ്രൂവ്ഡ് ബൈ സയൻസ് ആൻഡ് റിസർച്ച് എന്നുള്ളത്. ഈ ബുക്കിൽ ഒരു ഫുൾ ചാപ്റ്റേഴ്സ് അബൌട്ട് പ്രെയർ. നമ്മൾ ഗോഡിനെ പറ്റി സർട്ടൻ അല്ല, നമ്മൾ കാണുന്നില്ല, നമുക്ക് അറിയില്ല ഉണ്ടോ ഇല്ലോ എന്ന്. പിന്നെ വൈ ആർ വി പ്രേയിങ്, എങ്ങനെ പ്രേ ചെയ്യും, അതും ചോദിച്ചുകൊണ്ടാണ് ഓഥർ ഈ ചാപ്റ്റർ തുടങ്ങുന്നത്. ഹി ഇന്റർവ്യൂഡ് ഓൾ ദ റിലീജിയസ് കമ്മ്യൂണിറ്റി ലീഡേഴ്സ്, ഹിന്ദുസ്, മുസ്ലിംസ്, ക്രിസ്ത്യൻസ്, ജ്യൂസ്, ബുദ്ധിസ്റ്റ്, അങ്ങനെ എല്ലാവരും. ഐ എം നോട്ട് സമൺ ഹു പ്രേസ്. ഞാൻ പണ്ടൊക്കെ പ്രേ ചെയ്തിരുന്നു, ഓഥറും അതേപോലെ ആയിരുന്നു, ചൈൽഡ്ഹുഡിൽ പ്രേ ചെയ്തതാ. പിന്നെ അഡൽട്ട് ലൈഫിൽ ഓരോന്നൊക്കെ നടന്ന് ലൈഫ് എവിടേക്കൊക്കെയോ പോയി, നമ്മൾ ആ കണക്ഷനൊക്കെ വിട്ടു. ആൻഡ് സ്ലോലി എല്ലാ കാര്യങ്ങളും ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി ആസ് എ ഫ്രീ തിങ്കർ. ഗ്രാജുവലി വി ബോത്ത് സ്റ്റാർട്ടഡ് പ്രേയിങ്. ഇനി റിസർച്ച് എന്താ പറയുന്നതെന്ന് പറഞ്ഞുതരാം. ഈ പ്രേ ചെയ്യുന്നവരിൽ സെറിബ്രൽ കോർട്ടിസസ് എന്ന് പറഞ്ഞ ബ്രെയിനിലെ പാർട്ട് ഭയങ്കര തിക്കറാണ്. അത് ഡിപ്രഷനൊക്കെ ഉള്ളവർക്ക് അത് ഭയങ്കര തിന്നറായിരിക്കും. പ്രേ ചെയ്യുന്നവർക്ക് നല്ല ഹൈ പെയിൻ ടോളറൻസ് ആണ്. അവർക്ക് എന്ത് സിറ്റുവേഷനിൽ കൂടെയും ഗെറ്റ് ത്രൂ ചെയ്യാൻ പറ്റുന്നുണ്ട്. അവർക്ക് ഈ മെന്റൽ ഹെൽത്ത് കണ്ടീഷൻസ് വരാനുള്ള ചാൻസസ് ഭയങ്കര കുറവാണെന്നാണ് റിസർച്ച് പറയുന്നത്. അങ്ങനെ സ്ലോലി ഓഥർ ഓൾസോ സ്റ്റാർട്ടഡ് പ്രേയിങ്. അത് ഓഥറിന്റെ സൈക്കോളജിക്കൽ വെൽബീങ് തന്നെ ഇംപ്രൂവ് ചെയ്തു എന്നാണ് പറയുന്നത്. സ്ട്രെസ് ഒക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞു. പ്രേ ചെയ്യുമ്പം ഇറ്റ് ഡസൻ മീൻ ദാറ്റ് യുവർ ഹോൾ ലൈഫ് ഇസ് ഗോയിങ് ടു ചേഞ്ച് ടുമോറോ. ബട്ട് നമ്മുടെ ഡെയിലി നോയ്സസിൽ നിന്ന് നമ്മൾ ആ ഒരു സൈലൻസിലോട്ട് വന്ന് വി ആർ ആക്ച്വലി ഗെറ്റിംഗ് എ ചാൻസ് ടു കണക്ട് വിത്ത് അവർ സെൽഫ്. ഒരു മെന്റൽ ആൻഡ് ഇമോഷണൽ റീസെറ്റ് ആണെന്നാണ് പറയുന്നത്. നമ്മളൊക്കെ പഠിപ്പിച്ചത് കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. ബട്ട് ആക്ച്വലി പ്രേയറിന് അങ്ങനെ സ്ട്രക്ചർ ഒന്നുമില്ല. യു ആർ സിറ്റിംഗ് ഇൻ സൈലൻസ്, ഷോ ദ ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് ഷെയർ യുവർ പ്രോബ്ലംസ്. അത്രേ ഉള്ളൂ. യു ക്യാൻ ആസ്ക് ഫോർ സ്ട്രെങ്ത്, ഗൈഡൻസ് ഓർ വിസ്ഡം. ദാറ്റ്സ് ഇറ്റ്. ഇറ്റ്സ് വെരി സിമ്പിൾ.